പാലക്കാട് കൽമണ്ഡപത്തിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം നടന്നു. കൽമണ്ഡപം സ്വദേശി ശിവദാസന്റെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും നഷ്ടമായി. സമീപത്തെ മറ്റ് 2 വീടുകളിൽ കൂടി മോഷണശ്രമം നടന്നിട്ടുണ്ട്. അവധി ആഘോഷിക്കാൻ തിരുവനന്തപുരത്ത് യാത്ര പോയിരിക്കുകയായിരുന്നു ശിവദാസനും കുടുംബവും. ഇതിനിടയിലാണ് ബുധനാഴ്ച പുലർച്ചെ വീട് കുത്തിത്തുറന്ന് മോഷണം നടന്നത്. പതിവ് പോലെ വീട് വൃത്തിയാക്കാൻ ജോലിക്കാരി എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. ഇന്ന് കാലത്ത് വന്ന സമയത്ത് നോക്കിയ സമയത്ത് ആ കുട്ടി താക്കോല് മേടിച്ച് വീട് ക്ലീൻ ചെയ്യാൻ വന്നത് നോക്കിയപ്പോൾ മുൻവശത്തെ ഡോറ് പൊളിച്ചിരിക്കുന്ന കണ്ടു. അപ്പോൾ കള്ളം കയറിയെന്ന് സംശയത്തിൽ അകത്ത് നോക്കിയപ്പോൾ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. വീടിനകത്തും പുറത്തും സ്ഥാപിച്ച CCTV ക്യാമറയിൽ മുഖം ടവൽ കൊണ്ട് മറച്ച മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സമീപത്തെ ആളൊഴിഞ്ഞ മറ്റ് 2 വീടുകളിലും മോഷണ ശ്രമം നടത്തിയ ശേഷമാണ് ഇയാൾ ശിവദാസന്റെ വീട്ടിലെത്തിയത്. ശിവദാസന്റെ വീടിന്റെ മുൻവശത്തെ ലോക്ക് ഇളക്കി മാറ്റിയാണ് കള്ളൻ അകത്ത് കയറിയത്. ഏകദേശം ഒരു 30 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രൂപ മാത്രമല്ല, സ്വർണം ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് മാത്രമല്ല, മോഷണ ശ്രമം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ബാക്കിലുള്ള ഒരു പൂട്ടിക്കിടക്കുന്ന വീടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള ഒരു സന്തുണ്ട്, അവിടെയും പോയിട്ടുണ്ട്, മോഷണം നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കസബ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോലീസ് നായ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രദേശത്തുള്ള മറ്റ് CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.